നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും ഓരോ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യ പ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേൾഡ് മെഡിറ്റേഷൻ ഡേ ഡിസംബർ 21 തീയതിയാണ്. എല്ലാവരും രാത്രി 8 മണിക്ക് ഗ്രൂപ്പ് മെഡിറ്റേഷൻ്റെ ലോകം മുഴുവൻ ഒന്നിച്ച് മെഡിറ്റേറ്റ് ചെയ്യണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ വലിയൊരു വഴിത്തിരിവായിട്ട് മാറും എന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള സ്നേഹം നിറഞ്ഞ, ഹിംസ എന്നുള്ള ഇന്റൻഷൻ കൂടി ഇല്ലാത്ത, അതായത് അഹിംസയുള്ള ഒരു സാമ്രാജ്യത്തിലേക്കാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ആദ്യം നമ്മുടെ ഇൻഡിവിജ്വൽ തലത്തിൽ അത് നടപ്പാക്കണം. എങ്കിൽ മാത്രമേ അത് ലോകത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഇൻഡിവിജ്വൽ തലത്തിൽ ഈ ഒരു അനുഭവം എക്സ്പീരിയൻഷ്യലായിട്ട് നമുക്ക് നേടാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ പറയുന്നതൊക്കെ വെറും വാക്കുകളായിട്ട് മാറുന്നു. സ്നേഹം ഒരു വെറും വാക്കായിട്ട് മാറുന്നു. വിശ്വാസം ഒരു വെറും വാക്കായിട്ട് മാറുന്നു. ഈശ്വരൻ ഒരു വെറും വാക്കായിട്ട് മാറുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആ ഡിവൈൻ ആയിട്ടുള്ള ആ ഫ്ലോ അനുഭവിക്കുമ്പോൾ പിന്നെ നമ്മുടെ വാക്കുകൾ തന്നെ മാറുന്നു, നമ്മുടെ പെരുമാറ്റം തന്നെ മാറുന്നു, നമ്മുടെ നേച്ചർ തന്നെ മാറുന്നു. പിന്നെ കമ്പാഷൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, സത്യം പറയാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, സിൻസിയറിറ്റി പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം തിരിച്ചറിവുണ്ടാവുന്നു, ഈ ചെയ്യുന്ന പ്രവൃത്തികൾ എൻ്റെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. ബോധതലത്തിലുള്ള പരിണാമമാണ് യഥാർത്ഥത്തിലുള്ള മാറ്റം എന്ന തിരിച്ചറിവ് ഉണ്ടാവണം. അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ജീവന്റെ കണ്ടിന്യൂറ്റിയെ കുറിച്ച് പഠിപ്പിക്കണം എന്ന് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ജീവിതത്തിന്റെ ടെമ്പററി നേച്ചറെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അത്
ഫിസിക്കലായിട്ടുള്ള സയൻസസിലായാലും സ്പിരിച്വൽ എന്ന് പറയുന്ന സയൻസസിലായാലും എപ്പോഴും പറയുന്നത് നശ്വരമാണ്, നശ്വരമാണ് എന്നാണ് പറയുന്നത്. അതിന് പകരം പോസിറ്റീവായിട്ടൊരു ഡയറക്ഷൻ കൊടുത്തൂടെ? ശരീരം മാറുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിലുള്ള ആ എസെൻസ് അതൊരിക്കലും മാറുന്നില്ല. അത് കൂടുതൽ കൂടുതൽ ബ്ലോസം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഈ പ്രവർത്തികളിലൂടെ. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഈ ഒരു കാര്യം വളരെ വളരെ പ്രധാനമായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വഭാവത്തിന് മാറ്റങ്ങൾ വരും, ഈ ലോകം മാറും. ഈ ഒരു ഡയമെൻഷൻ നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. മൈൻഡ് കോൺഷ്യസ്നസ് നമ്മുടെ പുസ്തകങ്ങളിലില്ല, മനസ്സിനെ പറ്റി പഠിക്കുന്നില്ല. മനസ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും കൺഫ്യൂഷനാണ്. വലിയ ശാസ്ത്രജ്ഞരോട് ചോദിക്കുന്ന ചോദ്യമാണ് മനസ്സെന്താണ്, ബോധം എന്താണ്, അങ്ങനെ ഒന്നുണ്ടോ, ഈശ്വരൻ എന്താണ്, ഈശ്വരൻ ആരാണ്? അപ്പൊ ആദ്യം മനസ്സെന്താണ്, ബോധം എന്താണ് എന്നൊക്കെ ചിന്തിച്ചതിന് ശേഷം ഈശ്വരൻ ഉണ്ടോ ഇല്ല എന്ന് പറയാൻ സാധിക്കും. ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തരത്തിലുള്ള ചർച്ചകൾ ചെയ്യുന്നതിന് പകരം ഉള്ളിലുള്ള ചേഞ്ചസിലേക്ക് ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഉള്ളിലുള്ള ജീവൻ ശരിക്കും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ഇല്ലാണ്ടേ മാറും. ഇവിടെയാണ് ഹാർട്ട്ഫുൾനെസ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ സ്നേഹത്തിന്റെ ഫീലിങ്സ് അത് കൂടുതൽ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ തക്കോണം വളരണം. ഈ അടുത്തൊരു സംഭവം ഉണ്ടായി. ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഒരു റിലേറ്റീവ് തന്നെ പ്രായാധിക്യത്തിൽ വയ്യാണ്ട് കിടക്കുകയാണ്. അവരെ വൃദ്ധാശ്രമത്തിലേക്ക് മാറ്റി. നോക്കാൻ പറ്റില്ല. അവരുടെ മക്കളുണ്ട്, അതുമാതിരി തന്നെ അവരുടെ അടുത്ത പേരക്കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ നോക്കാൻ സമയമില്ല, തിരക്കാണ് എല്ലാവർക്കും. ഞങ്ങൾക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ ഇത് നോക്കാൻ സമയമില്ല. ഒരു വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ജോലി. കാരണം അവരെ കൊണ്ട് ഇനി ഉപകാരമില്ല, വയ്യാണ്ട കിടക്കുകയാണ്. ഇതാണ് വൃദ്ധാശ്രമങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം, ഓർഫനേജസ് വർദ്ധിക്കാനുള്ള കാരണം ഈ ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിനെ ചെയ്യില്ല. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഭഗവാന്റെ വിഗ്രഹം പൂജിക്കുന്നു, അല്ലെ വിഗ്രഹം ഇല്ലാത്ത സ്ഥലത്ത് ഈശ്വരനെ നമ്മൾ നമസ്കരിക്കുന്നു, പ്രയർ ചെല്ലുന്നു. ആർക്ക് വേണ്ടിയിട്ട്? എന്താണ് അതിന്റെ ഉദ്ദേശം? ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കുട്ടി ഡാൻസിന് പോകുമ്പോൾ 3 വയസ്സ് 4 വയസ്സ് ഞങ്ങൾ അടുത്ത ഒരു അരങ്ങേറ്റം ഉണ്ടായി ഞങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ. ചെറിയ കുട്ടികൾ അരങ്ങേറ്റം നടത്തുന്നു, കൺമഷി എഴുതി പൊട്ടൊക്കെ തൊട്ടിട്ട്. അവര് നോക്കണത് അമ്മ നോക്കുന്നുണ്ടോ? അവര് കൺമഷിയൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. അവർക്ക് ഈ ഡ്രസ്സിന്റെ വാല്യൂ അറിയില്ല, എന്താണ് അവർ ചെയ്യണത് എന്ന് അറിയില്ല. അതിനേക്കാൾ ചെറിയ കുട്ടികളുണ്ട്. ഞങ്ങള് എക്സാമിനേഷന് കണ്ണ് ടെസ്റ്റ് ചെയ്യാനെ കൊണ്ടുപോയി കുട്ടികളെ കൺമഷിയൊക്കെ എഴുതി കൊണ്ടുവരുന്നത്. കുട്ടിക്ക് കൺമഷി എഴുതിയിട്ട് കുട്ടിക്ക് എന്താ പ്രയോജനം? കുട്ടി അത് മാറ്റി കളയും. കുട്ടിയുടെ മേത്തൊക്കെ ബ്ലാക്ക് ആയിട്ടാവും. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് കൺമഷി എഴുതിയത്? ആർക്ക് വേണ്ടിയിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്? നമുക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു പ്രക്രിയയില് അച്ഛനും അമ്മയും മുത്തശ്ശിയും മുത്തശ്ശനും എല്ലാവരും അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം അത് ബ്യൂട്ടിഫൈ ചെയ്തിട്ട് അലങ്കരിക്കപ്പെട്ട് ലോകം ആകർഷിക്കാൻ എനിക്കുള്ളിലൊരു ആനന്ദം വരുന്നത്. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ കമ്പാഷനേറ്റ് ആവുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ തന്നെ പൂർവികരെ നമ്മൾ നോക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. ഒരു കഥ കേട്ടിട്ടുണ്ട്. ആൽഷിമേഴ്സ് ഡിസീസ് ബാധിച്ചിട്ടുള്ള ഒരു അച്ഛൻ്റെ മകൻ ഡോക്ടറാണ്. ഡോക്ടർ എല്ലാ ദിവസവും പോകുമ്പോൾ അച്ഛനോട് പറയും, അച്ഛാ ഞാൻ പോവുകയാണ്, എല്ലാ വിശേഷങ്ങളും പറയും വന്നു കഴിഞ്ഞ ശേഷം. ഇത് കേട്ടിട്ട് ഭാര്യ ചോദിച്ചു, ഇദ്ദേഹത്തിന് ഒന്നും മനസ്സിലാവില്ല, എന്തിനാ അതൊക്കെ നിങ്ങൾ പറയണത്? അദ്ദേഹത്തിന് നിങ്ങൾ മകനാന്ന് തന്നെ അറിയില്ല. അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞു, അദ്ദേഹത്തിന് അറിയില്ലായിരിക്കാം, പക്ഷെ എനിക്കറിയാം. എന്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്! നമുക്കറിയാം. ബോധമില്ലാത്ത ഒരാളെ നോക്കിയാലും നോക്കിയില്ലേ അയാളെ അറിയില്ല. അപ്പൊ ഞാനറിയില്ല. എൻ്റെ അച്ഛൻ 2 മാസം ബോധമില്ലാതെ കിടന്നു, സ്ട്രോക്കായിട്ട്. എൻ്റെ അമ്മ കുറെ കാലം ഡയാലിസിസ് ഒക്കെ വയ്യാതെ കിടന്നു. അവരെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മാനുഭൂതി. അവരെന്നെ എത്ര പ്രാവശ്യം നോക്കിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ലാത്ത കാലത്ത് ഞാൻ വീഴുമ്പോൾ എന്നെ പിടിച്ചു ഉയർത്തിയിട്ടുണ്ട്. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തപ്പോൾ എന്നെ വയൽ ഭക്ഷണം തന്നിട്ടുണ്ട്. ഞാൻ മൂത്രം ഒഴിച്ചപ്പോൾ തുടച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഒരേ ചോദ്യം എത്രയോ പ്രാവശ്യം ചോദിച്ചു, അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്.
ഇപ്പൊ അവർ ഒരു പ്രാവശ്യം ചോദിച്ചു രണ്ടാമത് ചോദിക്കുമ്പോൾ ദേഷ്യം വരുന്നു, നമ്മൾ തിരിച്ച് ഉത്തരം പറയുന്നില്ല. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ പല്ലില്ലാത്തോണ്ട് വായന്ന് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നില്ല, അവരെ വേറെ ടേബിളിൽ വെച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നു. കാരണം വൃത്തിയില്ല. മറ്റുള്ളവർ നോക്കണ്ട എന്താ ചെയ്യുക? അവര് അറിയില്ല, പക്ഷെ നമ്മൾ അറിയുന്നു. ഇത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ വലിയൊരു പരാജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണ്, ജീവിതത്തിന്റെ കണ്ടിന്യൂറ്റിയെ കുറിച്ച് നമുക്ക് അറിയില്ല. നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ തന്നെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും സഹായിക്കുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, ഉദ്ധരേ ആത്മനാത്മാനം ആത്മാനം അവസാദേ ആത്മൈവ ഹി ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. ഞാൻ തന്നെയാണ് എൻ്റെ ശത്രു. എന്നെ ഉയർത്തുമ്പോൾ, എൻ്റെ ഫൈനൽ വേർഷനിലേക്ക് ഉയർത്തുമ്പോൾ ഞാൻ എൻ്റെ മിത്രമായിട്ട് മാറും. അപ്പൊ എൻ്റെ മിത്രമായിട്ട് എൻ്റെ മനസ്സിനെ മാറുന്നതിന് എൻ്റെ നേച്ചർ മാറണം, എൻ്റെ പുറമേക്കുള്ള അപ്രോച്ച് മാറണം. അതാണ് എൻ്റെ ജീവിതത്തിന്റെ വിജയം. ഞാൻ ഇവിടെ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളല്ല, അതൊക്കെ അവസാനിക്കുന്നു. നാളെ ഞാനും ഈ കിടക്കയിലായിരിക്കും, എന്നെ നോക്കാൻ ചിലപ്പോൾ ആരും ഉണ്ടായില്ല എന്ന് വരാം. ഇതേ സ്ഥിതിയിൽ നമ്മൾ വരാം. പക്ഷെ ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ ചിന്തകൾ എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്, അത് മായില്ല. അത് എന്നെ പെർമനന്റ് ആയിട്ട് എൻ്റെ ഉള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു ശിക്ഷണം കുട്ടിക്കാലം മുതൽക്ക് തന്നെ സ്കൂളുകളിൽ വരണം എന്നുള്ളതാണ് ഈ സ്വഭാവ മാറ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, കണ്ടിന്യൂറ്റി ഓഫ് ലൈഫ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളിൽ നമ്മുടെ സിലബസിൽ വരണം എന്നാണ് തോന്നുന്നത്. അടുത്ത സെഷനിൽ ഇതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.